ഹേ ഗായ്സ്, ഈ ഗെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കാര്യമായിട്ട് എങ്ങോട്ടും ഒരു ഷോപ്പിങ്ങിനൊക്കെ പോവാണെന്ന് തോന്നില്ലേ? അതെ, ഞങ്ങൾ ഷോപ്പിങ്ങിനാണ് പോണത്. പക്ഷെ വാങ്ങിക്കാൻ പോണത് ചിക്കൻ ആണെന്നേ ഉള്ളൂ. ഇവിടെ വെയിലത്ത് കണ്ണ് തുറക്കാൻ പറ്റില്ല, കണ്ണടിച്ചു പോകുന്ന വെയിലാണ്. അപ്പം അത് കാരണം മക്ക കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടും ഞാനൊരു കുടയൊക്കെ പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുടയൊന്നും പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ലാസ്റ്റ് ഞാൻ അക്കയുടെ ഷാളിൻ്റെ തലപ്പെടുത്തിൻ്റെ തലയൊക്കെ പോയേ. എൻ്റെ അതുകൊണ്ട് ഇന്ന് ഹാഫ് ഡേ വർക്ക് ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്കൊന്നൊരു പാസ്ത ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളത് വീഡിയോ എടുത്ത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, അക്കയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ ഈ ചിക്കൻ വാങ്ങി വന്ന് അക്കിയൊന്ന് ലാബിക്ക് പോയി തിരിച്ചു വന്ന സമയത്തിൽ ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി. പാവം എന്നെ എഴുന്നേൽപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്നെ വന്ന് വിളിക്കുന്നത്, വാസു നീ കഴിക്കാം എന്ന് പറഞ്ഞിട്ട്. എനിക്കപ്പോൾ പാവം തോന്നിപ്പോയി. ഞാൻ പറഞ്ഞിരുന്നു വിളിക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞു. ബട്ട് തലേ ദിവസം ഞാൻ ഉറക്കം കിട്ടാതെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആകെ വയ്യാതെ എണ്ണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ പറഞ്ഞു നിനക്ക് ഓൾറെഡി ഉറക്കത്തിന് ക്ഷീണമുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നേന്ന് പറഞ്ഞു. പിന്നെ സാരമില്ലേ പോട്ടെ, വീഡിയോ അല്ലേ, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേ എടുക്കാം, വേറൊരു ദിവസം ഞാൻ ഇനി ഉണ്ടാക്കാം, അപ്പം എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൂളായിട്ട് അതിനെടുത്തേ. പിന്നെ എണീറ്റപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ബ്ലാക്ക് ടീ ഇട്ട് അതിൻ്റെ കൂടെ പാസ്ത ബിരിയാണി കണ്ടപ്പോൾ തന്നെ വളരെ ടെംപ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ നിലത്തിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഒന്ന് മോപ്പ് ചെയ്തു. രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അയ്യോ, ആസ് യൂഷ്വൽ ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. പാസ്ത ബിരിയാണി മാത്രമല്ല, അതിൻ്റെ കൂടെ ചെട്ടിനാട് ചിക്കൻ കറി കൂടി ഉണ്ടായിരുന്നു. അത് മുന്നൊരു ദിവസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടും ഭയങ്കര കോമ്പിനേഷനാണ്. സത്യം പറഞ്ഞാൽ ബിരിയാണിൻ്റെ കൂടെ കറിയുടെ ആവശ്യമില്ല. പിന്നെ എപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ അക്കയ്ക്ക് എപ്പോഴും കൂടെ ഒരു കറി വേണം. അപ്പോൾ അത് കാരണം ഉണ്ടാക്കിയെന്ന് മാത്രം. ഞാൻ ആ ബിരിയാണി മാത്രമേ കഴിച്ചേ. എനിക്ക് പിന്നെ ചിക്കൻ കറി എനിക്ക് വേണ്ടി വേറെ എടുത്ത് വയ്ക്കും, ഞാൻ വേറൊരു ഡിഷിൻ്റെ കൂടെ അത് കഴിക്കാം. വെറുതെ അത് എടുത്ത് ഇപ്പം തന്നെ തീർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തില്ല. മൊത്തത്തിൽ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ ദേ വരുന്നു പിന്നെ ഉറക്കം. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ കിടന്ന് ഉറങ്ങി.